ഇന്ന് കാലത്തെ 4:30 പാലക്കാട് വിസിറ്റ് കോതമംഗലത്ത് നിന്ന് 4:30 പാലക്കാട് നിന്ന് പറഞ്ഞൊരു സർവീസ് ഉണ്ട്. ഇന്ന് കോതമംഗലത്ത് നിന്ന് പോകുന്നവരിക്കാണ്. ആ ഫ്രണ്ടിലെ സീറ്റ് നിന്ന് കിട്ടി. അപ്പോൾ ഞാൻ മണൽ ഇപ്പോഴൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇതിന് മുമ്പ് 3 ബ്ലോക്ക് ഇടങ്ങളുണ്ടായിരുന്നു. ശരിക്കും ഒരു പക്ഷേ കഴിഞ്ഞ ഇതേ ദിവസങ്ങളിലൊക്കെ 2-3 മണിക്കൂറൊക്കെ. കാരണം ഈ ബസ് 4:30 പോകുന്ന ബസ് 9:15 തൃശ്ശൂർ എത്ര ആ ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. നല്ല തെറ്റില്ലാതെ മഴയുണ്ട്, എന്നാലും വലിയ കുഴപ്പമില്ലാതെ വണ്ടിയിലൊക്കെ വരണുണ്ടോ. ഇപ്പം നമ്മൾ മണൽ കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ അമ്പലൂർ കഴിഞ്ഞ് ടോൾ ബൂത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ ടോൾ ബൂത്തിൽ പറ്റി തിരക്കൊന്നുമില്ല, വളരെ സ്പീഡിൽ തന്നെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഈ ടോൾ ബൂത്തിൽ വരുമ്പോൾ അല്ലെങ്കിൽ KSRTC ബസ് ഒരുപാട് നേരമൊന്നും ടോൾ ബൂത്തിൽ അങ്ങനെ കുടുങ്ങാറൊന്നുമില്ല. അത് പെട്ടെന്ന് തന്നെ പാസ്സായി പോകാറുണ്ട്. ടോൾ ബൂത്തിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരിക്കലും കാറിൻ്റെ പുറമെ നിൽക്കാണ്ടിരിക്കാൻ നോക്കും. കാരണം കാറ് ഏതെങ്കിലും രീതിയിൽ ടാഗ് റീഡ് ആയില്ലെങ്കിൽ പിന്നെ അവരവിടെ കിടന്ന് ലഹടയായിരിക്കും. അതേസമയം ഒരു ലോറിയുടെ പുറകിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ വരുന്നത് റീഡ് ആവാണ്ടിരിക്കുന്ന പ്രശ്നവും അങ്ങനെ വരുന്നില്ല. കാരണം കറക്റ്റായിരിക്കും അവരുടെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഓരോ സ്ഥലത്ത് മണ്ണൊക്കെ എടുത്തിട്ടേക്കുന്നു. പണി ഒക്കെ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ തൃശ്ശൂരും കഴിഞ്ഞ് നേരെ പാലക്കാട് പട്ടിക്കാട് റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ സ്ഥലത്തും മൊത്തം അങ്ങേ സൈഡ് മൊത്തം കുഴിച്ച് ഇതാക്കിയിരിക്കുന്നു. അവിടെ ഇങ്ങനെ കുറേ സർവീസ് റോഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ചെറിയ രീതിയിലൊക്കെ ബ്ലോക്ക് ഉണ്ട് കേട്ടോ. ഈ പറഞ്ഞ പോലെ അവിടെ നമുക്ക് മണ്ണൊക്കെ എടുത്ത് കൊളാക്കി ഒന്നാമത്തെ റോഡായിരുന്നു. ഇതൊക്കെ നമ്മൾ ഇച്ചിരി നേരത്തെ കണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു 5 വർഷത്തെ പോലും ആയിട്ടില്ല, 5-6 വർഷമൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ വീണ്ടും ഇങ്ങനെ പണി വരിക എന്ന് വെച്ചാൽ കാര്യം ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും തന്നെ ഒരു പക്ഷേ ഈ മാതിരി പണികളുണ്ടാവും. തമിഴ്നാട്ടിലൊക്കെ ഉണ്ട്, പക്ഷേ എത്രയൊന്നും ബ്ലോക്ക് നമ്മുടെ കേരളത്തിൽ അത്ര കിട്ടണ അന്നും ബ്ലോക്ക് പറയാൻ കിട്ടണില്ല. അത് കണ്ടില്ലേ, ഓരോ സ്ഥലത്ത് വരുമ്പോഴത്തേക്കും ഇപ്പോൾ ഇത് നമ്മുടെ പട്ടിക്കാട്ടിലേക്ക് പീച്ചി ഡാമിൻ്റെ അങ്ങോട്ട് തിരിയണ ഫ്ലൈ ഓവറാണ്. ഇതൊക്കെ നേരത്തെ എന്തായാലും ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് കടന്നു പോകാൻ ചുവന്ന മണ്ണ് ആയിരിക്കുന്നു. ചുവന്ന മണ്ണും അതുപോലെ അവിടെയൊക്കെ ആ സൈഡൊക്കെ അരിഞ്ഞ് എത്തേണ്ടോ. അടുത്ത സ്ഥലത്തും പണി അത്രയും ആയിട്ടുണ്ട്. അത് വാണിയമ്പാറയാണ്, അവിടെയും അത്രയും പണിയായിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു അക്കഡേറ്റ് ഉണ്ടോ, അക്കഡേറ്റിൻ്റെ കാഴ്ചകളാണ്. നല്ല ജലദോഷവും ചുമയൊക്കെ കേട്ടോ. അതുകൊണ്ട് തന്നെ പറച്ചിലും ഈ പറഞ്ഞ പോലെ കുറച്ച് ഇഴയാണ്. ഇനി നമ്മൾ പോകുന്നത് നേരെ കുതിരാനിലേക്കാണ്. ഇവിടെയൊക്കെ വഴിയോര പമ്പുകൾ, അങ്ങനെ ഹോട്ടലുകൾ ഒക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇതൊക്കെ പല പ്രാവശ്യം നമ്മൾ കണ്ടിട്ടില്ലാണ്ട്. എന്നാലും ഈ കാലത്ത് ഇപ്പോൾ ഒരു 7 മണി കഴിഞ്ഞിരിക്കുകയാണ് സമയം. കാഴ്ചകൾ കാണാൻ പറ്റേ അങ്ങനെ കാണുന്ന മലയും കാര്യങ്ങളും. അതേപോലെ തന്നെ ഈ കുതിരാനിൽ ഒരുപാട് വണ്ടി താഴത്തേക്ക് പോയ ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ കുതിരാനിലേക്ക് കയറി ചെന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വണ്ടികൾ പണ്ട് ഇവിടെ, അതായത് കുതിരയുടെ തലയും മനുഷ്യൻ്റെ ഉടലോട്ടുള്ള ആൾക്കാരെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഒരുപാട് വണ്ടി അങ്ങനെ പേടിച്ച് താഴെപ്പോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഒരു അഭിമാനമായിട്ടുള്ള കേരളത്തിൻ്റെ ഒരേ ഒരു തുരങ്കമാണ് കുതിരാൻ തുരങ്കത്തിൽ കൂടിയാണ് ഇപ്പോൾ നമ്മുടെ വണ്ടി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഇനി വടക്കാഞ്ചേരിയിലേക്കുള്ള യാത്ര തുടരുകയാണ്. അപ്പോൾ ഇവിടെ നിൽക്കുന്നത് നോക്കുമ്പോഴും അകലെയുള്ള ഒരു കാഴ്ചകൾ, വളരെ രസകരമായിട്ടുള്ള കുറേ കാഴ്ചകൾ. അങ്ങനെ ചെല്ലുമ്പോഴത്തേക്കും വീണ്ടും പണി, ഓരോ സ്ഥലത്തും എന്തെങ്കിലും രീതിയിലുള്ള പണികളും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഏകദേശം അതിൻ്റെ നടുക്കിലത്തെ ഭാഗത്തിൻ്റെ പണി കോൺക്രീറ്റ് കഴിഞ്ഞിരിക്കുന്നു. അതേപോലെ ഒരു സ്ഥലത്ത് ഒരു സമയത്ത് വൻ കച്ചവട ശൃംഖലയായിരുന്ന ഡയാന ഹോട്ടലിൻ്റെ കാഴ്ചകളിലേക്കൊക്കെയാണ് നമ്മൾ ചെന്നുകൊണ്ടിരിക്കുന്നത്. ഇനി കണ്ടോ, പോകുന്ന വഴിക്കൊക്കെ രണ്ടാമത്തെ രണ്ടാമത്തെ ടോൾ ബൂത്താണ്. ശരിക്കും 56 കിലോമീറ്ററാണ് മറ്റേ ഇവിടം വരെ. അത് അങ്കമാലിയിൽ നിന്ന് നമ്മൾ, അതായത് അങ്കമാലിയിലാണ് നമ്മൾ ഹൈവേയിലേക്ക് കയറുന്നത്. ഈ ഹൈവേയുടെ പേര് NH 544 ആണ് എൻ്റെ ഓർമ്മ. നേരത്തെ നാഷണൽ ഹൈവേ 47 ആയിരുന്നു ഇന്ത്യ കേരളത്തിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഹൈവേ ആയിരുന്നു. ഇപ്പോൾ ഇത് എടപ്പള്ളിയിൽ നിന്ന് മാത്രമാണ് തുടങ്ങുന്നത്. NH 544 എന്ന പേരിൽ. മറ്റേ ഹൈവേ തിരുവനന്തപുരത്തിന് അത് പേരൊക്കെ മാറി തിരുവനന്തപുരം പൂനെ അങ്ങനെ മറ്റോ ആയിട്ടുണ്ട്. അങ്ങനെ
പാലക്കാടിൻ്റെ തനതായിട്ടുള്ള കാഴ്ചകൾ, നെൽവയലുകളുടെ കാഴ്ചകളൊക്കെ അടിപൊളിയായിട്ടുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. തൊട്ടപ്പുറം ഓപ്പോസിറ്റ് സൈഡിൽ ഇതേ രീതിയിലുള്ള മണ്ണെടുക്കലും പണികളും ഒക്കെ കാര്യങ്ങൾ ഒരുപാട് നടന്നുകൊണ്ടിരിക്കുന്നു. കുറേയൊക്കെ ശരിക്കും നമ്മുടെ ഒരു മുൻകൂർ ഇത് കാണാത്തതിൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇതൊക്കെ അതായത് നമ്മളിപ്പോൾ ആലത്തൂരിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് ഏകദേശം ഒരു 10-20 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പാലക്കാട് ടൗണിലേക്ക് എത്താനും നല്ല സ്പീഡ് തന്നെയാണ് വണ്ടി പോയിക്കൊണ്ടിരുന്നത്. വലിയ കാലത്തെ തന്നെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. അപ്പോൾ കുറേ ദൂരെ മേഘത്തിൻ്റെ ഒക്കെ കാഴ്ചകളൊക്കെ നല്ല അടിപൊളി രസകരമായിട്ടുള്ള കാഴ്ചകൾ. കാലത്തെ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് എന്തോരം കണ്ടാലും മതിയാവില്ല. കണ്ടില്ലേ, വയലൊക്കെ ശരിക്കും അടുത്ത കൃഷിക്കായിട്ട് ഒരുക്കിയിട്ടിരിക്കുന്നു. പാലക്കാടിൻ്റെ കുറേ കാഴ്ചകൾ ഏതായാലുണ്ട്. ഇതുപോലെ നല്ല മഴയൊക്കെ ഉള്ളതുകൊണ്ട് ഈ പ്രദേശത്തെ വിളവുകളും വളരെ സ്ട്രോങ് ആക്കുന്നതിൻ്റെ പ്രതീക്ഷ അതാ. ഇവിടെയൊക്കെ വയലുകളുടെ കാഴ്ചകളാണ്. അത് കഴിഞ്ഞ് കുറച്ച് ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ പാലക്കാട് ടൗണിലേക്കൊക്കെ എത്താറായിരിക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്കും ഇനിയുണ്ട് കേട്ടോ, 1-2 സ്ഥലത്ത് കുഴൽമന്ദത്തുണ്ട്, വേറെ എവിടെയോ 1-2 സ്ഥലത്ത് കൂടെ പണി നടക്കുന്ന സ്ഥലമുണ്ട്. ആലത്തൂരുണ്ട്, അതായത് അങ്ങനെ ഒരു സ്ഥലത്ത് എത്തിയിരിക്കുന്നു. അതും നമ്മൾ കിടന്ന് അവിടെയൊന്നും വലിയ തിരക്കൊന്നുമില്ല. പക്ഷേ മഴ പെയ്ത് കഴിഞ്ഞാൽ വണ്ടികൾ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും. ഇവിടെയൊക്കെ പണികളൊക്കെ നടക്കുന്നത്. അതായത് കുഴൽമന്ദം ഫ്ലൈ ഓവറിൻ്റെ കാഴ്ചകളൊക്കെയാണ് മുഴുവൻ പൊളിച്ചിട്ടിരിക്കുകയാണ്. അവിടെ പാലത്തിൻ്റെ ഇതിനൊക്കെ നിറച്ച് പൊളിച്ച് പണിയൊന്നും ആയിട്ടില്ല. ഇതൊക്കെ ശരിക്കും ഒരു 6 മാസം അല്ലെങ്കിൽ 7 മാസം മാത്രമേ സമയമെടുക്കാനുള്ളൂ. എത്ര നാളായെന്നറിയാം പൊളിച്ചിട്ടോ. അങ്ങനത്തെ കുറേ കാഴ്ചകൾ. ഇനിയിപ്പോൾ നമ്മൾ ഏതായാലും പാലക്കാടിൻ്റെ കാഴ്ചകളിലേക്കാണ് ചെല്ലുന്നത്. അപ്പോൾ പാലക്കാടിൻ്റെ മെഡിക്കൽ കോളേജിൻ്റെ ചിത്രവും ഇത് എനിക്ക് തോന്നുന്നു മിക്കവാറും പോത്തുണ്ടിപ്പുഴയോ അങ്ങനെ മറ്റോ ആണെന്ന് എനിക്ക് തോന്നുന്നു. മംഗലം ഡാമൊക്കെയുള്ള ഒരു പുഴയാണെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ വലത് സൈഡിൽ പാലക്കാടിൻ്റെ മെഡിക്കൽ കോളേജിൻ്റെ ഒക്കെ എല്ലാം കാഴ്ചകളുണ്ട്. ഇനിയിപ്പോൾ പതുക്കെ നമ്മൾ ഇത് എനിക്ക് തോന്നുന്നു ഇത് അതേപോലെ ഒരു സാംസ്കാരിക കേന്ദ്രമാണ്. ഇത് ആരുടെ പേരിലുള്ളതെന്ന് ഞാൻ മറന്നു പോയിട്ടെ. പറഞ്ഞ പോലെ അത് ഞാൻ നോക്കി വെച്ചിരുന്നു, പക്ഷേ അത് ഞാൻ മറന്നുപോയി ഇപ്പോൾ. അപ്പോൾ നമ്മളത് പാലക്കാട് ടൗണിലേക്ക് അങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിലെ കാഴ്ചകൾ. നമ്മൾ പല പ്രാവശ്യം ഈ കാഴ്ചകൾ കണ്ടിട്ടുള്ള, പക്ഷേ ഇത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകളായപ്പോൾ ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി ആ വീഡിയോ ഒന്ന് എടുത്തതെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പാലക്കാട് ടൗണിലേക്കൊക്കെ എത്തിയിരിക്കുന്നു. ഇപ്പോൾ ഈ പണ്ടത്തെ പോലെയുള്ള തിരക്കുകളോ കാര്യങ്ങളൊന്നുമില്ല. ഒന്നാമത് 8 മണി ആവുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ വലിയ തിരക്കുകളും കാര്യങ്ങളൊന്നുമില്ല. പാലക്കാട് സ്റ്റാൻഡിലെത്തി. ഈ വണ്ടിയുടെ കാട്ടിയിട്ട് ഒരു ചായ കുടിച്ച് നേരെ കോട്ടയത്തുള്ള യാത്ര തുടങ്ങും. അപ്പോൾ നമ്മൾ അടുത്ത യാത്രയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഗുഡ് ബൈ. രാഘവൻ സൈൻ.